ഞാൻ കൂട്ടിലിട്ട് കാണിച്ചു കേട്ടോ. നമ്മുടെ നാട്ടിൽ കൂട്ടാന്ന് പറയും, ചിലയിടത്ത് കൊട്ടാന്ന് പറയും. അതാണ് നമ്മുടെ കറമ്പീര മോള്. കണ്ണ് കയറി വരുന്നുണ്ട് കേട്ടോ. കണ്ണ് ശരിക്കും കയറിയിട്ടില്ല, കണ്ണ് കയറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞായറാഴ്ചയാണ്, എന്തെല്ലോ പണിയാണ് വീട്ടിൽ. പുതിയ വീട് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ കുറച്ച് മണലിട്ട് ലെവലാക്കുന്നുണ്ട്. തറയൊന്നും കെട്ടിയില്ല, ഫൗണ്ടേഷൻ പണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മണലിട്ട് ലെവലാക്കാം. അപ്പോൾ അങ്ങനത്തെ പണിയാട്ടാ. ഡ്രസ്സ് കാണുന്നുണ്ടാവും നിങ്ങൾ, അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് വീടിൻ്റെ പ്ലാൻ. ഇവിടെ ഒരു ബെഡ്റൂം, സെൻട്രൽ ഹാള്, സ്റ്റെയർ, അടുക്കള, പിന്നെ ഇത് ഒരു ബെഡ്റൂം കേട്ടോ. പിന്നെ അപ്പുറം സിറ്റ് ഔട്ട് അപ്പുറമുണ്ട്. അപ്പോൾ ഈ മണ്ണെടുത്തിങ്ങനെ, ഇത് ഫൗണ്ടേഷനാണ്. ബാക്കി പാതകം വെച്ച് തറയിലും കെട്ടിയിട്ട് അപ്പോൾ ഇന്നലെ 2 ദിവസം കല്ലിറക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ ഒറ്റക്കേ ഉള്ളൂ, മണലിട്ട് ലെവലൊക്കെ വന്നിട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചെങ്കലിനെ കൊണ്ടാണ് വീട് പണിയിൽ നടത്തൽ. അപ്പോൾ അത്യാവശ്യം കല്ലിറക്കിയിട്ടുണ്ട്. നമ്മൾ ചെമരിൻ്റെ കല്ലെല്ലാം അത്ര. ഞാൻ മുമ്പ് ഒരു JCB വന്നിട്ട് ഒരു വീഡിയോ എടുത്തായിരുന്നു റോഡിൻ്റെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പഴയ വീട് പൊളിച്ചതിൻ്റെ മണ്ണിടെ ഉണ്ടായി, അത് കൊണ്ടുപോയിട്ടാണ് നമ്മളെ ആ റോഡിലിട്ട് കേട്ടോ. ഇവിടെ എൻ്റെ ചക്രമുത്തായത് നിങ്ങൾക്കറിയാലോ. അപ്പം മണ്ണ് എടുക്കുന്ന മാത്രം കാണാൻ ഒരു ബോറാണ്. അപ്പോൾ റോഡിൻ്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം. നമ്മളെ വീട് പൊളിച്ചതിൻ്റെ ജനലാട്ടോ, പഴയ വീട് പൊളിച്ചതിൻ്റെ ജനലിൻ്റെ ഭാഗമല്ല. പഴയ വീട് ഓടിട്ട വീടായിരുന്നു. ഇത് നമ്മളെ പുതിയ റോഡ്. ഇങ്ങനെ പോയിട്ട് നമ്മളെ മെയിൻ റോഡിന് വിട്ടുവിട്ടാ. ഇത് കുറേ നടക്കാനുണ്ട്, ഞാൻ ഫുള്ളായിട്ട് നടക്കുന്നില്ല. കുറച്ച് ഭാഗം കാണിച്ചു തരാം കേട്ടോ റോഡിൻ്റെ. കേട്ടോ, ഇത് കുറേ അങ്ങോട്ടോളം പോകാനുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വണ്ടിയും കൊണ്ടെല്ലാം പോകാൻ പറ്റും. പിന്നെ മഴക്കാലത്ത് കുറച്ച് ചളി ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്താ നമ്മളെ നാട്. ഞാൻ ഒരാളെ കാണിച്ചിട്ടാ നിങ്ങൾക്ക്. നമ്മളൊരു പുള്ളിക്കാരത്തി ഉണ്ട് ഇവിടെ, ലക്കി. ഞാൻ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇതെൻ്റെ ലക്കി. മുകളിൽ നമ്മളെ ഇളയപ്പൻ്റെ വീടാട്ടോ. അപ്പോൾ ഇളയപ്പൻ്റെ മോനും അവിടെ വീടെടുക്കുന്നുണ്ട്. അതിൻ്റെ തറയെല്ലാം പണി കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ കല്ലർക്കിയിട്ട് വണ്ടി എടുത്തുതന്നെ വെച്ചിട്ട് അവർ പോയിട്ടാണ്. അവർക്ക് പെട്ടെന്നെന്തോ അർജൻറ്റായതുകൊണ്ട്
ഇത് എൻ്റെ വണ്ടിയല്ല കേട്ടോ. അപ്പോൾ ഇന്നലെ കല്ലറക്കാൻ വന്ന വണ്ടിയാണ്. അപ്പോൾ കല്ലറക്കിയിട്ട് ഓൻ അത്യാവശ്യം എന്തോ ഹോസ്പിറ്റൽ കേസിൻ്റെ ഞങ്ങൾ പോയതാണ്. അപ്പോൾ വണ്ടിയുടെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഈ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട്. എന്നാ സംഭവം എന്ന് അറിയുന്നില്ല. എന്താ മീറ്ററിൽ ഓണായിട്ടുമുണ്ട്. അങ്ങനെ ഉണ്ടാവുമോ ഞാൻ അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ചാവി ഓഫ് തന്നെ ഉള്ളത്, പക്ഷേ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഒച്ച കേട്ടാ. അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേട്ടുന്നത് ഇങ്ങനെ സൗണ്ട്. അപ്പോൾ ഇന്നലെ ഇറക്കി കല്ലാട്ടെ ഇത്. നമ്മളെ ഇവിടെ ഒരു മെയിൻ റോഡുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഇപ്പം അങ്ങോട്ട് പോയ അതിലേ റോഡ് വേറെ മെയിൻ റോഡിൽ മുട്ടുന്നത്. ഉണ്ടോ? വീട് നല്ല റോഡാട്ടോ അങ്ങോട്ടോളം. പിന്നെ നമ്മളെ നേരത്തെ കാണിച്ചത് പിന്നെ വയലാണ്. അതുകൊണ്ട് കല്ലും വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് ഞാൻ ഒരാളെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളൊരു പുതിയൊരു അതിഥിയുണ്ട് ഇവിടെ. നമ്മളൊരു കറമ്പി പ്രസവിച്ചിട്ടുണ്ട്. പശുവല്ല കേട്ടോ, ഒരു പെട്ടി കറമ്പിയുണ്ട്. അവൾ പ്രസവിച്ചിട്ടുണ്ട്. 2 കുട്ടി ഉണ്ടായിരുന്നു. ഒരു കുട്ടി പെട്ടെന്ന് ചത്തുപോയി. വേറൊരു കുട്ടിയുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളെ കറമ്പി കേട്ടോ. കറമ്പി ഇതാണ് ലക്കിൻ്റെ. ലക്കിയായിട്ട് യാതൊരു ബന്ധമില്ല. ലക്കി വേറെ അമ്മേരെ മോളാണ്. ഇവിടെ നമ്മൾ പഴയൊരു പെട്ടീൻ്റെ മോളാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞിനെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവതാരം. കണ്ടുണ്ടോ? അതാ കറമ്പിൻ്റെ മോളാട്ടെ ഇത്. കണ്ണൊന്നും കയറിയില്ല. ഇവള് പെണ്ണാന്ന് തോന്നുന്നു. എന്താ ആർക്കും വേണമെങ്കിൽ പറഞ്ഞോട്ടോ, ഞാൻ വെളിച്ചത്തോട്ട് പോയി കാണിക്കാം. അതാ സുന്ദരി മോള്, കണ്ണൊന്നും കയറിയില്ല. പുള്ളിക്കാരത്തി നല്ല ഉറക്കില്ല കേട്ടോ. ഓ കോട്ടായിരുന്നുണ്ടോ? അപ്പോൾ അതാണ് നമ്മളെ കറമ്പിയുടെ മോള്. ഉണ്ടോ? സുന്ദരി മോള് മകളൊക്കെ കണ്ടോ? നല്ല ഉറക്കമാണ് പുള്ളിക്കാരത്തി. അപ്പോൾ ഞായറാഴ്ചത്തെ പരിപാടി അങ്ങനെയൊക്കെയാണ്. ഓക്കെ, വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ ആയിരിക്കും വേണമെങ്കിൽ പറയാം കേട്ടോ, ഫ്രീ ആയി തരും. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരിക്കും വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആർക്കും വേണമെങ്കിൽ പറയാം. അപ്പോൾ പുള്ളിക്കാരി നമ്മൾ കരച്ച് വരുന്നുണ്ട്. അമ്മേനെ കാണാനായിട്ടാന്ന് തോന്നുന്നു. ഓക്കെ.